ഹായ് ഫ്രണ്ട്സ്, ബിരിയാണി ലവറായിട്ടുള്ളവരും അതുപോലെ തന്നെ ബിരിയാണി വെക്കാൻ അറിയില്ലാത്തവരും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോയിക്കോളൂ കേട്ടോ. ഇന്ന് നമ്മൾ ചെമ്മീൻ ബിരിയാണി വെക്കാനുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വലിയ പാത്രം എടുത്തിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഉള്ളി കുനുകുനാന്ന് വളരെ തിന്നായിട്ട് അരിഞ്ഞ സവാളയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളി ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ. 2 മിനിറ്റ് ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, പെട്ടെന്ന് ഉള്ളി വഴറ്റിയെടുക്കണമെങ്കിൽ കുറച്ച് ഉപ്പിടണം കേട്ടോ. അപ്പം ഫസ്റ്റിൽ തന്നെ ഉപ്പിടുക. ഞാനത് ഇടാൻ വേണ്ടി മറന്നുപോയി കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനിതാ ഉപ്പ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഉപ്പ് ഞാനൊന്ന് വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. കാരണം നമ്മളെ ചെമ്മീനിൽ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയൊക്കെ പെരക്കി അവിടെ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഈ ഉള്ളി വാടാനുള്ള ഉപ്പ് മാത്രമേ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അത് നല്ലപോലെ ഒന്ന് ഇതാക്കുക. ഇതിപ്പോൾ രാത്രിയിലാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ വെളിച്ചത്തിൻ്റെ ഭയങ്കര ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ എത്ര പേര് കാണുന്നുള്ളതൊന്നും ഉറപ്പില്ല, എന്നാലും കാണുന്നവർക്ക് ആർക്കെങ്കിലും ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാലോ, ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പം ഇത് പൊരിച്ചിട്ടാണ്, അതായത് ചെമ്മീൻ പൊരിച്ചിട്ടാണോ ആഡ് ചെയ്യുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു ടൈപ്പിൽ വെച്ച് നോക്കാത്തവർ തീർച്ചയായും ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്യുക. കാരണം പൊരിച്ചതിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. തക്കാളി ഇടണ്ടേ? കുറച്ച് പാടിട്ടോ, കുറച്ച് പാടിട്ടെ ഇടാല്ലേ നമുക്ക്. വെച്ച് പറഞ്ഞ തക്കാളി ഇടാൻ. അപ്പോൾ ഗൈസ്, നമ്മുടെ ദഹനക്കാരൻ അപ്പുറത്തേന് ഇരുന്നിട്ട് വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. ഭയങ്കര ഡയലോഗായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡും അമ്മയും കൂടെ ഉണ്ട്. അവൻ്റെ കൂട്ടത്തിൽ കൂടിയിട്ട് എന്തൊക്കെയോ അവൻ്റെ വർത്താനം കേൾക്കാൻ നല്ല കോമഡിയാണ്. അപ്പോൾ ഞാനിതാ തക്കാളിയും പുള്ളി പറഞ്ഞ പ്രകാരം തക്കാളിയും ഇട്ടിട്ട് നല്ല പോലെ ഇളക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന വരെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഇത് എത്ര ടൈം ഇങ്ങനെ ഇതാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് എനിക്കത് പറഞ്ഞുതരാൻ അറിയില്ല. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വാടി ഇതൊന്ന് കുഴഞ്ഞു വരുമല്ലോ, ആ ഒരു പരിവാകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ചേരുവ ഇതിൽ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അത്യാവശ്യം അത് നല്ല രീതിക്ക് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീനാണ്, ഭയങ്കര ചെറുതല്ല എന്നാൽ ഭയങ്കര വലുപ്പമില്ല, ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ടൈപ്പ് ചെമ്മീനാണ് എടുത്തേക്കുന്നത്. ആ വെളിച്ചമില്ലാത്തതിൻ്റെ ആ ഒരു ഇത് നന്നായിട്ട് വീഡിയോയിൽ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഞാനിതാ നല്ലപോലെ അത് ചെമ്മീനിട്ടതിന് ശേഷം നന്നായിട്ടൊന്നത് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെമ്മീൻ ഇനി നല്ല പോലെ വേവണം. ചെമ്മീൻ കുറച്ച് വേവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഫുൾ ഫ്ലെയിമിലല്ല വെക്കുന്നത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതിയെ അതിനൊന്ന് വേവിച്ചെടുക്കണം. അത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഉള്ളിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല ഒറ്റത്തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. ഉള്ളിൽ നിന്നൊക്കെയുള്ള വെള്ളം തന്നെ തനിയെ ഒലിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അത് വേവുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ഓരോരോ സമയത്തായിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ചെമ്മീൻ ഏകദേശം നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് ഇത്രയും അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നല്ല സെറ്റായിരിക്കും. ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് ഇവ മൂന്നും ഒന്നിച്ച് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതിട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക മണം വരും. അപ്പോൾ വായിൽ കപ്പലോടും ഗൈസ്. അപ്പോൾ അതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് മസാലയാണ്, ബിരിയാണി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഭയങ്കരമായിട്ട് ഒരുപാടൊന്നും ഇടുന്നില്ല, ഒരു ലിമിറ്റ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മളിത് അതിൻ്റെ കൂടെ കുരുമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളകും അങ്ങനെ ഒരുപാടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന്
പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്കും നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ വെള്ളം ഈ ഒരു പരിവാകുമ്പോഴത്തേക്ക് ഞാനിത് വാങ്ങി വെക്കാൻ വേണ്ടി പോകുന്നു. ചെമ്മീൻ നല്ല പോലെ വെന്തിട്ടുണ്ട്. കുറച്ച് ടൈം എടുത്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ഞാനത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇതാ ഞാൻ ചെമ്മീൻ വാങ്ങി വെച്ചതിന് ശേഷം അതിന് ചെയ്യുന്നതാ അതിലേക്ക് നമ്മുടെ മല്ലിച്ചപ്പ് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം സെറ്റാക്കി നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെക്കാം, അതായത് റൈസ് വെക്കണമല്ലോ. അത് കുക്കറിൽ ഞാൻ ഗ്രാമ്പൂ പട്ട ഇതെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ 2 ഏലക്കായും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ അമ്മ ചോറ് അളക്കാതെ ഗ്ലാസ്സിൽ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കുമല്ലോ, ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ അരി കഴുകിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ റൈസ് വെക്കുന്നത് ഞാൻ കാര്യമായിട്ട് അങ്ങനെ കാണിക്കുന്നില്ല, കാരണം അതൊക്കെ എല്ലാവർക്കും അത്യാവശ്യം അറിയുന്നതായിരിക്കും. അപ്പോൾ ദാ ഇതിന് ചോറ് ഒറ്റ വിസിലടിച്ചപ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ട്. ഒറ്റ വിസിൽ മാത്രമേ വേണ്ടൂ കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സെറ്റാക്കുന്ന ആൾ വന്നിട്ടുണ്ട്, സെറ്റാക്കുന്ന ആൾ കേട്ടോ. അങ്ങനെ നമ്മുടെ സെറ്റിങ്സൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ബിരിയാണി സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണീൻ്റെ ചെമ്മീൻ ബിരിയാണീൻ്റെ ഫൈനൽ ലുക്ക്. സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെമ്മീൻ എനിക്ക് അധികം ഭയങ്കരമായിട്ട് ഓവറായിട്ട് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ ബിരിയാണി നല്ല അടിപൊളിയായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ആരും തന്നെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം കേട്ടോ. പൊരിച്ചിട്ടൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.